നമ്മുടെ എല്ലാ ആവശ്യം നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവരെനിക്ക് വന്ന് സ്കെച്ച് ചെയ്ത് തരും. ഇറ്റ് വിൽ ബി നൈസ്. യാ ചെറി ഇത് കേട്ടിട്ട് ഇത് നമ്മുടെ ഇതല്ലേ ബെറി. ഓ ഓക്കെ ഓക്കെ. സി ഓ മൈ ഗാഡ്, ഇറ്റ്സ് ഓൾ വിൻറ്റേജ് കാർസ്, ടോയ് കാർ. ഇത് ശരിക്കും ഓടുന്നതാണ്? അല്ലല്ലല്ല. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. യെസ്, ഇന്ന് കർണാടക വെച്ചിട്ട് പട്ടി ഷോ ലിഫ്റ്റില് അർമേനിയയിലെ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വ്ളോഗ് ഇറ്റ്സ് എ സിറ്റി വാക്ക് വ്ളോഗ് എന്നോ മോർണിംഗ് വാക്ക് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഒരു ഫുൾ സിറ്റിയിലെ ഒരു ടൂറും നമ്മൾ വാക്ക് വേയിൽ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു നൈസ് അർമേനിയൻ ഷോർട്ട് വ്ളോഗ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ അർമേനിയയുടെ സ്ട്രീറ്റ്സിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോറിങ് ദ അർമേനിയൻ സ്ട്രീറ്റ്. അർമേനിയയെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ യൂറോ ഏഷ്യൻ കൺട്രി. അപ്പോൾ യൂറോ ഏഷ്യൻ കൺട്രി ആകുമ്പോൾ രണ്ട് യൂറോപ്യൻ കൾച്ചറും ഉണ്ട് ഏഷ്യൻ കൾച്ചറും കൂടി വരുമ്പോൾ ആ ഒരു മിക്സ് മാച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ റോഡിൽ റോഡ് ക്രോസ് ചെയ്യായാലും കാര്യങ്ങളായാലും എല്ലാം പ്രോപ്പർ നിയമപരമായിട്ടുള്ള സ്ഥലത്തിലൂടെ ക്രോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ അങ്ങനെ ഇപ്പോൾ ഒരു നൈസ് മോർണിംഗ്, അത്ര ക്രൗഡഡ് അല്ല. ഇന്നലെ ഇത് ഭയങ്കര ഹാപ്പനിങ്, നൈസ് ഓൾമോസ്റ്റ് 10 ഡിഗ്രി 13 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഇത് ഭയങ്കര എന്താ പറയുക ഹാപ്പനിങ് സിറ്റിയോ ലൈവ്ലി സിറ്റിയോ അങ്ങനെയൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അർമേനിയയുടെ യെരവനിൽ പുറത്തിറങ്ങി ഹോട്ടലിൽ നിന്ന്. ഇതാണ് നമ്മുടെ ഹോട്ടൽ IBIS. ഇറ്റ്സ് എ ക്വൈറ്റ് ബിഗ് വൺ ആൻഡ് നൈസ് വൺ അല്ല, കുഴപ്പമില്ലാത്തൊരു എല്ലാ കുഴപ്പമില്ലാത്ത ഹോട്ടൽസും. ഇതൊരു സിറ്റിയാണ്, നല്ലൊരു സിറ്റി എന്ന് പറയാം, നല്ലൊരു ക്രൗഡഡ് ഏരിയ എന്ന് പറയാം, ഒരു ഹാപ്പനിങ് ഏരിയ എന്ന് പറയാം. ഇന്നലെ ഞങ്ങളിവിടെ വന്ന് രാത്രിയാണ് എത്തിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും കാര്യങ്ങളായാലൊക്കെ ഒരു സൂപ്പർ ക്രൗഡും drinking and enjoying music even if it's not weekend. Yeah, exactly. It's like events here, right? I think if weekends അപ്പോൾ എന്താ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത്, ഭയങ്കര ക്രൗഡ് ആവാനാണ് സാധ്യത. പിന്നെ നല്ലൊരു ക്രൗഡ് പിന്നെ സീസൺ ടൈമാണ് കേട്ടോ, അതുകൊണ്ട് അതിൻ്റെതായ ഒരു തിരക്കും കാര്യങ്ങളും ഫീൽ ചെയ്തു. റഷ്യൻസ് ആണുള്ളത്. ആക്ച്വലി ഇതൊരു യൂറോ ഏഷ്യൻ കൺട്രി ആയതുകൊണ്ട് ഒരു വൺ ടൈപ്പ് ഓഫ് യൂറോപ്യൻ കൾച്ചറും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം അതുപോലെ തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളും കാണും. സ്റ്റാൻഡേർഡ് മീൻസ് ദി വേ ഹൗ ദേ ആർ ഡ്രസ്സിങ് ആൻഡ് ദി വേ ഹൗ ദേ ആർ ബിഹേവിങ്. ഭയങ്കര ഹെൽപ്പിലാണ്. ഇപ്പോൾ ഇതുവരെ കണ്ട ആൾക്കാരൊക്കെ നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ കണ്ടപ്പോൾ ഭയങ്കര ക്രൗഡായിട്ടുണ്ടായിരുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിന്ന് രാവിലെ നടക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു അല്ലേ. സോ അങ്ങനെ നമ്മൾ തന്നെ ഈ ടൗൺ മീൻസ് വലിയ സിറ്റിയിലെത്തി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ സീബ്ര ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ അതിന് ശേഷം നമ്മൾ നാട്ടിൽ കിടക്കും. ഇവിടെ ആൾക്കാരൊക്കെ ഒരു ചിൽ വൈബിലാണ് നടക്കുന്നത് കേട്ടോ എല്ലാവരും. ഇപ്പോൾ അവിടെ ഒരാൾ നായക്കുട്ടീനെ പിടിച്ച് പോകണുണ്ടോ. സോ ക്യൂട്ട് ലൈക്ക് എ സ്മോൾ പപ്പി എന്ന് പറയാം. പപ്പി എന്ന് തന്നെ പറയാം. അതൊരു ചെറിയ ഡോള് പോലെ ഉണ്ട്. അപ്പോൾ സ്ട്രീറ്റ് ഡോഗ്സും ഉണ്ട്, അതിനും കാണാം. സോ ഇതാണ് നമ്മുടെ യെരവൻ സിറ്റിയിൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ളൊരു ഏരിയയാണ് ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു അലവലാതി പട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൈഡ് തിരിഞ്ഞ് ഈ സൈഡിൽ കൂടെ അപ്പുറത്തും ഉണ്ടാകുന്ന വാ. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീനായി. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് തിരിച്ച് മെല്ലെ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നു. ഇതെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ ഒരു ഹാപ്പനിങ് സിറ്റിയാണ്. അത് ഹാപ്പനിങ് അല്ലാതെ സൂപ്പർ മാർക്കറ്റ് അല്ല, ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ് ലൈക്ക് സംതിങ്. അത് നമുക്ക് അതിലേക്കുള്ളൊരു വീഡിയോ നമ്മളൊരു ടൂർ വേറൊരു ദിവസം നടത്തും. ഷോപ്പിംഗ് ചെയ്യുന്നില്ല, ഞങ്ങൾ അവിടെ പോയി കാണാൻ പോകുന്നുണ്ട്. ഈശ്വര, ഈ മിനിസോ എന്ന് പറഞ്ഞാൽ ഇത് എല്ലായിടത്തും ഉള്ളതാണ് മോമോ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഓക്കെ, മിനിസോ ഇവിടെ കുറേ എല്ലാ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് ഫോർ ഷോപ്പിംഗ് ആൻഡ് സ്വറോസ്കി ഉണ്ട്. സ്വറോസ്കി നൈസ്. നോക്കൊരു ക്ലീൻ സ്റ്റാൻഡേർഡ് ഏരിയ ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ്. വാവ്, ഡ്രോയിങ് മാൻ. നോക്ക് നമ്മുടെ എല്ലാ
ആവശ്യം നമ്മളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അവരെനിക്ക് വന്ന് സ്കെച്ച് ചെയ്ത് തരും. ഇറ്റ് വിൽ ബി നൈസ് യാ. ഇറ്റ്സ് കൂൾ. ഐ തിങ്ക് വി നീഡ് ടു ഗെറ്റ് വൺ. നമുക്ക് അവർ ഹാപ്പി ഫേസിൻ്റെ ഒരു സ്കെച്ചിങ് ചെയ്യിച്ചാലോ? ഹാളിൽ വയ്ക്കാം. രസമാവോ? രസമാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോകുന്നു. അവളുടെ ചാട്ടം എനിക്ക് മനസ്സിലാവണ്ടേ. അവളുടെ ചാട്ടം വരുന്നത് അവർ താഴത്തെ ഇതിലേക്കാണ്. മാർക്കറ്റിൽ പോകാനാണ് കിടന്നിട്ട് അവളുടെ ചാട്ടം. ഇത് എനിക്ക് വന്നത് ഇതൊരു എക്സ്പെൻസീവ് മാർക്കറ്റ് ഏരിയ ആണെന്ന് തോന്നി. ഔട്ടർ ഏരിയ പറയുന്നത് പുറത്ത് കാണുന്നതൊക്കെ ഏകദേശം ഒരു എക്സ്പെൻസീവ് മാർക്കറ്റ് ഏരിയ ആണ്. ലൈവ്ലി ആണ്, ആയിരിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടതല്ലേ. ഇവിടെ എല്ലാം ഓരോ വണ്ടികളിൽ നമുക്ക് കാണാം ഓരോ ടൂർ പാക്കേജുകളായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. അതായത് അതിൽ അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പാക്കേജായിട്ട് അവർ വെച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതേ യെരവൻ്റെ key. This is the key for Yerevan. See? Oh, that's nice. See, ഇവിടെയൊക്കെ വണ്ടികൾ കാണാം കേട്ടോ നമുക്ക്. Full. Oh, so this is all fresh. See? Apricot. Armenia, very good. Cherry and ഇത് നമ്മുടെ ഇതല്ലേ ബെറി. ഓ ഓക്കെ. ഹൗ മച്ച് ഫോർ ദിസ് വൺ? 6,000. Very good. Armenia. അത് ഫ്രഷ് അർമേനിയൻ ഇതാണ്. പീച്ച് അല്ലത്? ആപ്രിക്കോട്ട്. ചെറി. ഓഹോ. It's nice. A lot of variety of fruits we can see. Very good. It's good. I know. No? Not now. I will come. Walk and come. ആൾച്ചൂടായി. ആൾക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ എല്ലാവരുടെയും പൈസ ചോദിച്ചിട്ട് ആൾക്ക് ഇഷ്ടമായില്ല. കണ്ടോ? So it is 6,000 dram എന്നാ പറയുന്നത്. Oh, it's something 80 okay. ഇല്ല 60 dirham. കൂടുതലാ. 60 dirham കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ വണ്ടികളിൽ ഓരോ ടൂർ പാക്കേജുകൾ ഇന്ന സ്ഥലത്തേക്കെല്ലാം കൊണ്ടുപോകുന്നു വേണ്ട. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമുക്ക് ഈ വണ്ടി ഏതെങ്കിലും ടൂർ പാക്കേജിൻ്റെ എടുത്തു കഴിഞ്ഞാൽ നേരായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. കാക്ക എന്തോ പ്രശ്നമാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് എ വാക്ക് ത്രൂ Armenian city and Armenian street. You can tell something like that. ആരും എണീറ്റിട്ടില്ല. സംഭവം ഇവിടെ 8 മണിയായി. ഇവിടെ വേഗം നേരം ഡേ കൂടുതലുള്ളൊരു സ്ഥലമാണ് അല്ലേ? ഡേ ലൈറ്റ്. അപ്പോൾ അവരപ്പം നിൽക്കുന്നുണ്ട്. Yeah, you can go. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു നടക്കുമ്പോൾ നേരെ റിപ്പബ്ലിക് സ്ക്വയറോ ആ ഒരു ഏരിയയിലേക്ക് എത്താൻ തോന്നുന്നുണ്ട്. അതൊരു വൺ ഓഫ് ദി മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഹിസ്റ്റോറിക്കൽ സ്പോട്ടാണ് അല്ലേ? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സിമ്പിൾ ടൂറിസ്റ്റ് സ്പോട്ട്സ്, ഹിസ്റ്റോറിക്കൽ സ്പോട്ട്. അപ്പോൾ അവിടേക്കും കൂടിയാണ് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ വരാം. ഇത് ജസ്റ്റ് ഒരു മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞ് തുടങ്ങി, പക്ഷെ ഇതൊരു മോർണിംഗ് വ്ളോഗായി മാറി അല്ലേ? യാ, നമ്മൾ എത്തിപ്പെട്ടു റിപ്പബ്ലിക് സ്ക്വയർ. See? Oh my god. It's all vintage cars, yeah, toy car. ഇത് ശരിക്കും ഓടുന്നതാണ്? അല്ലല്ലല്ല, ജസ്റ്റ് ഫോർ സംതിങ്. ഒരു ഷോപ്പാണ് തോന്നുന്നു, ട്രേഡിങ് സാധനങ്ങൾക്ക്. കണ്ട
കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നൈസ്. ഒരു പഴയ കാറ്. ഇതിവിടെ ഫിക്സഡാണ്, ഇത് ഇവിടുന്ന് മൂവ് ആവില്ല. ഇതിവിടെ തന്നെ വെച്ചിട്ട് ഇതിൽ ജസ്റ്റ് സാധനങ്ങൾ വെച്ച് വെക്കുന്നത്. അതാച്ച് ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ. ഇറ്റ്സ് നൈസ് അല്ലേ? റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. വാട്ട് ഈസ് ദീസ്, എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി, നമുക്കറിയാവുന്ന രീതിയിലുള്ളൊരു ചെറിയ ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങളത് വേറെ തരുന്നതായിരിക്കും. വാവ്. We'll go there. No, Republic Square we are making another video, na? സ്മോക്കിംഗ് നല്ലോണമുള്ളൊരു രാജ്യം. ആൾക്കാന് തണുപ്പാണ്, അപ്പോൾ യൂഷ്വലി അതിനുള്ളൊരു ട്രെൻഡ് കൂടും. അതെ, ആൽക്കഹോൾ എന്തായാലും തണുപ്പ് കൂടുതലായതുകൊണ്ട് പിന്നെ ആൾക്കാർ അതിലേക്കും പോകും. അപ്പോൾ പിന്നെ അത് നോക്കണ്ട. ഇറ്റ്സ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്, ഐ തിങ്ക്. സംതിങ് നോട്ട് ബാഡ്. എല്ലാവരും ട്രാഫിക് സിഗ്നൽസും അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പാലിക്കുന്ന ഒരു ഏരിയയാണ്. ആരും പെട്ടെന്ന് റോഡ് മുറിച്ച് കിടക്കാനും കാര്യങ്ങൾക്കൊന്നും എത്തുന്നൊന്നുമില്ല.
പബ്ലിക് ബസ് കണ്ടോ? ഇത് ബസ് എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. നമുക്കൊന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ മേടിച്ച് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പറ്റിയത് ഒരു ഫ്ലവേഴ്സ് ക്യാൻ സീ ഇറ്റ്സ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം water, fresh water, drinking fresh water. It's too cold. The tram bus.
വണ്ടികളൊക്കെ കുറച്ച് പഴയ മോഡലുകളാണ്, ബട്ട് എല്ലാം വോക്സ് വാഗൻ, ബെൻസ് ആ അങ്ങനത്തെ വണ്ടികൾ എല്ലാം പഴയ മോഡലുകൾ. ടൊയോട്ട ഒക്കെ കുറവാണ്, नया कुछ नहीं है मतलब इങ്ങനെ പുതിയ മോഡലുകളൊന്നും ഇല്ല, പുതിയ ഇതൊന്നും കാണാനില്ല. പക്ഷെ ഇതൊരു ചെറിയ പാർക്ക്. ആ ये बात ക്ലൈമറ്റ് സ്പെഷ്യലി ചൂടത്തൊട്ട്
ഓട് 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 ഓട്. അയ്യോ പാപ്പൻ നോക്കണ്ട. ഇതിനാ നമ്മള് വന്നേ. അവിടെ അവരെ കണ്ടിട്ടാ നല്ല ബ്ലോഗാണ്. ബോബിട്ടുണ്ട്. നമ്മളപ്പുറത്തല്ലേ അങ്ങനെ നടക്കാം. ഇന്നെല്ലാം അവിടെ ഇല്ലേ വന്നേ. ആ സോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ മോർണിംഗ് വാക്ക് വിത്ത് ജോഗിങ് വിത്ത് സിറ്റി ടൂർ. നല്ലതായിരുന്നു. ഞങ്ങൾ ഓടിയൻ്റെ ഒരു ചെറിയ കിതപ്പാണ്. സോ അതാണ്. ഇനിയിപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോസ് 1 by 1 നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. Let's go and have ബ്രേക്ക്ഫാസ്റ്റ്.